ഒരു ഗ്രഹമോ അല്ലെങ്കിൽ മറ്റ് സെലഷ്യൽ ബോഡികളോ വസ്തുക്കളെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതാണ് ഗ്രാവിറ്റി. ഈ ഗുരുത്വാകർഷണ ബലം തന്നെയാണ് മറ്റെല്ലാ ഗ്രഹങ്ങളെയും വസ്തുക്കളെയും സൂര്യന് ചുറ്റും ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ ചാടിയാൽ ഏകദേശം 1.5 അടി വരെ ഉയരത്തിൽ ചാടാൻ കഴിയും. അങ്ങനെയെങ്കിൽ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് എത്ര ഉയരത്തിൽ ചാടാൻ കഴിയുമെന്ന് നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് മെർക്കുറി അഥവാ ബുധൻ. ഇതാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. ഇത് സൂര്യനോട് തൊട്ടടുത്ത ഗ്രഹമായതിനാൽ മെർക്കുറിക്ക് സൂര്യന് ചുറ്റും വലം വയ്ക്കാൻ 38 ഭൗമദിനങ്ങൾ മാത്രം മതി. മെർക്കുറിയുടെ ഉപരിതലത്തിൽ ധാരാളം ക്രേറ്റേഴ്സ് കാണാൻ സാധിക്കുന്നു. ഉൽക്ക വന്ന് പതിച്ചത് മൂലമുണ്ടായ വലിയ ഗർത്തങ്ങളാണിവ. മെർക്കുറിക്ക് ഉപഗ്രഹങ്ങളില്ല. ഇവിടുത്തെ താപനില വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പകൽ സമയങ്ങളിൽ ഇവിടുത്തെ താപനില ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ ഇവിടുത്തെ താപനില വളരെയധികം കുറയുകയും -180 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുള്ളതാവുകയും ചെയ്യുന്നു. മെർക്കുറിക്ക് ഭൂമിയുടെ പകുതി മാത്രം ഗുരുത്വാകർഷണ ബലമാണുള്ളത്. 3.7 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടുത്തെ ഗ്രാവിറ്റി. മെർക്കുറിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ ചാടിയാൽ ഏകദേശം 4 അടി വരെ ഉയരത്തിൽ ചാടാൻ കഴിയുന്നു. അടുത്തതായി വീനസിലേക്ക് പോകാം. നിരവധി അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നരകതുല്യമായ ഗ്രഹമാണ് വീനസ്. വീനസ് സൂര്യനിൽ നിന്നും രണ്ടാമതായി സ്ഥിതി ചെയ്യുന്നു. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം മെർക്കുറിയാണെങ്കിലും ഏറ്റവും ചൂടുള്ള ഗ്രഹം വീനസ് ആണ്. കാരണം വളരെ കട്ടിയുള്ള അന്തരീക്ഷമാണ് വീനസിൻ്റേത്. ഇവിടുത്തെ ശരാശരി താപനില 460 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശുക്രൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉയർന്ന താപനില തന്നെയാണുള്ളത്. ഭൂമിയിലെ പോലെ തന്നെ വീനസിലും മഴ പെയ്യുന്നു. എന്നാൽ ഇവിടെ പെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മഴയാണ്. സൗരയൂഥത്തിൽ വീനസിലാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വീനസിൻ്റെ ഗ്രാവിറ്റി 8.87 മീറ്റർ/സെക്കൻഡ് ആണ്. വീനസിൽ നിന്നും ചാടിയാൽ 1.7 അടി വരെ ഉയരത്തിൽ നമുക്ക് ചാടാൻ കഴിയും. വീനസിൻ്റെ ഗ്രാവിറ്റി ഭൂമിയുടെ ഏകദേശം തുല്യമാണ്. ഭൂമിയുടെയും ശുക്രൻ്റെയും മാസം വലുപ്പവും ഏകദേശം തുല്യമാണ്. ഭൂമിയാണ് ശുക്രനേക്കാൾ അല്പം കൂടി വലുത്. അടുത്തതായി നമുക്ക് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിലേക്ക് പോകാം. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് നമ്മുടെ ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയുമായി ടൈഡലി ലോക്ക്ഡാണ്. അതിനാൽ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പകൽ സമയങ്ങളിൽ ചന്ദ്രൻ്റെ താപനില ഏകദേശം 120 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ ഇവിടുത്തെ താപനില വളരെ കുറയുകയും -130 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുള്ളതാവുകയും ചെയ്യുന്നു. ചന്ദ്രൻ്റെ ഗ്രാവിറ്റി 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അപേക്ഷിച്ച് 5 മടങ്ങ് കുറവാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും ചാടിയാൽ ഏകദേശം 9 അടി വരെ ഉയരത്തിൽ ചാടാൻ സാധിക്കുന്നു. നമ്മൾ ചന്ദ്രനിൽ നിന്ന് ചാടി 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ എത്തുന്നത്. അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്നത് നമ്മൾ കോളനിവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ചൊവ്വ ഗ്രഹത്തെയാണ്. ഇത് ചുവന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിലുള്ള വ്യാപകമായ അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഇതിന് ചുവപ്പ് നിറം നൽകുന്നത്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മൗണ്ട്സ് ഉള്ളത് ചൊവ്വ ഗ്രഹത്തിലാണ്. ഈ അഗ്നിപർവ്വതത്തിന് ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതമായ എവറസ്റ്റിൻ്റെ 2.5 മടങ്ങ് ഉയരമുണ്ട്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണുള്ളത്, ഫോബോസും ഡീമോസും. ഇവ രണ്ടും വളരെ ചെറിയ ഉപഗ്രഹങ്ങളാണ്. ചൊവ്വയിലെ ഏറ്റവും കൂടിയ താപനില ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഇവിടുത്തെ കുറഞ്ഞ താപനില ശരാശരി -153 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൻ്റെ അന്തരീക്ഷം വളരെ കട്ടി കുറഞ്ഞതാണ്. അതുമൂലമാണ് ഇവിടുത്തെ താപനില കുറയാൻ കാരണം. ചൊവ്വയുടെ ഗ്രാവിറ്റി 3.71 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ഭൂമിയിലെ ഗ്രാവിറ്റിയേക്കാൾ 3 മടങ്ങ് കുറവാണ്. ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും നമ്മൾ ചാടിയാൽ 4 അടി വരെ ഉയരത്തിൽ ചാടാൻ സാധിക്കുന്നു. അടുത്തതായി നമുക്ക് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിലേക്ക് പോകാം.
ഇതൊരു വാതക ഭീമൻ ഗ്രഹമാണ്. ജൂപ്പിറ്റർ ഭൂമിയിൽ നിന്നും 5ാമതായി സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രഹത്തിന് ഒരു ഉപരിതലമില്ല. വാതകങ്ങളാൽ നിർമ്മിതമായ ഗ്രഹമാണ് വ്യാഴം. ഇവിടെ വലിയ ചുഴലിക്കാറ്റുകൾ കാണാൻ സാധിക്കും. വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചുവന്ന പൊട്ടുപോലെ കാണുന്ന ഭാഗമാണ് ദ ഗ്രേറ്റ് റെഡ് സ്പോട്ട്. ഇതൊരു ഭീമാകാരമായ ചുഴലിക്കാറ്റാണ്. ഈ ചുഴലിക്കാറ്റിന് നമ്മുടെ ഭൂമിയേക്കാൾ വലിപ്പമുണ്ട്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ള ഗ്രഹമാണ് വ്യാഴം. ഇതിൻ്റെ ഗ്രാവിറ്റി 24.79 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ഭൂമിയിലെ ഗ്രാവിറ്റിയേക്കാൾ 3 മടങ്ങ് കൂടുതലാണ്. ഇത്രയും ഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ട് തന്നെ ഭൂമിയുടെ നേരെ വരുന്ന പല ഉൽക്കകളും വ്യാഴം തടഞ്ഞു നിർത്തുന്നു. വ്യാഴത്തിനൊരു ഉപരിതലമില്ലാത്തതിനാൽ ഇവിടെ നിന്നും ചാടാൻ കഴിയില്ല. പക്ഷേ വ്യാഴത്തിനൊരു ഉപരിതലം ഉണ്ടായിരുന്നുവെങ്കിൽ കേവലം 7 ഇഞ്ച് ഉയരത്തിൽ മാത്രമേ നമുക്ക് ചാടാൻ കഴിയൂ. അടുത്തതായി നമ്മൾ പോകുന്നത് സൂര്യനിൽ നിന്നും 6ാമതായി സ്ഥിതി ചെയ്യുന്ന സാറ്റണിലേക്കാണ്. നിറയെ മനോഹരമായ വളയങ്ങളുള്ള ഒരു ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ ഗ്രഹമാണിത്. ജൂപ്പിറ്ററിനെ പോലെ തന്നെ സാറ്റണും ഒരു വാതക ഭീമൻ ഗ്രഹമാണ്. ഇത്രയും വലിയ ഗ്രഹമാണെങ്കിലും സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം സാറ്റണാണ്. ഇതിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതിനാൽ ശനിയെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു ജലാശയമുണ്ടെങ്കിൽ ഇത് ആ ജലാശയത്തിൽ പൊങ്ങിക്കിടക്കും. ശനിയുടെ അന്തരീക്ഷം ശക്തമായ കൊടുങ്കാറ്റുകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇവിടുത്തെ കാറ്റുകൾക്ക് 1800 km/h വരെ വേഗതയുണ്ട്. ഇതുവരെ സാറ്റണിൻ്റെ 146 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഇതിൻ്റെ ഗുരുത്വാകർഷണം 10.44 മീറ്റർ/സെക്കൻഡ് ആണ്. സാറ്റണും ഒരു ഉപരിതലമില്ല. ഇതിനൊരു ഉപരിതലം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിന്നും ചാടിയാൽ ഏകദേശം 1.4 അടി വരെ ഉയരത്തിൽ ചാടാൻ സാധിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് യുറേനസിലേക്ക് പോകാം. സൂര്യനിൽ നിന്നും 7ാമത്തെയും സൗരയൂഥത്തിലെ 3ാമത്തെയും വലിയ ഗ്രഹമാണിത്. സൂര്യനിൽ നിന്നും ഇത്രയും അകലെ ആയതുകൊണ്ട് തന്നെ വളരെ തണുത്തുറഞ്ഞൊരു ഗ്രഹമാണിത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് യുറേനസിലാണ്. -224°C ആണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില. ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് 23.5°ആണ്. എന്നാൽ യുറേനസിൻ്റെ ആക്സിയൽ ടിൽറ്റ് 97°ആണ്. ഇത്രയും ആക്സിയൽ ടിൽറ്റ് ഉള്ളതിനാൽ ഇത് സൂര്യന് ചുറ്റും കറങ്ങുകയല്ല, ഉരുളുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉരുളുന്നത് കൊണ്ട് തന്നെ യുറേനസിലെ ധ്രുവങ്ങളിൽ രാത്രിക്കും പകലിനും 42 വർഷത്തെ ദൈർഘ്യമുണ്ട്. ഇവിടുത്തെ ഗ്രാവിറ്റി 8.87 മീറ്റർ/സെക്കൻഡ് ആണ്. യുറേനസിൽ നിന്നാണ് നമ്മൾ ചാടുന്നതെങ്കിൽ 1.7 അടി വരെ ഉയരത്തിൽ നമുക്ക് ചാടാൻ സാധിക്കുന്നു. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂണിലേക്കാണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണെങ്കിലും ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹം യുറേനസ് ആണ്. നെപ്റ്റ്യൂണിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില -214°C ആണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായി കാറ്റ് വീശുന്ന ഗ്രഹമാണിത്. ഇവിടുത്തെ കാറ്റിന് 2000 km/h വരെ വേഗതയുണ്ട്. ഭൂമിയിൽ ഇതുവരെ വീശിയ ഏറ്റവും വേഗതയേറിയ കാറ്റിന് 408 km/h വേഗതയാണുള്ളത്. നെപ്റ്റ്യൂണിലെ ഒരു ഭീമൻ ചുഴലിക്കാറ്റാണ് ദ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്. ഇതിന് ഭൂമിയേക്കാൾ വലിപ്പം കൂടുതലാണ്. 14 ഉപഗ്രഹങ്ങളാണ് നെപ്റ്റ്യൂണുള്ളത്. ഇവിടുത്തെ ഗ്രാവിറ്റി 11.15 മീറ്റർ/സെക്കൻഡ് ആണ്. ഇവിടെ നിന്നും ചാടിയാൽ 1.3 അടി വരെ ഉയരത്തിൽ ചാടാൻ സാധിക്കുന്നു. അവസാനമായി നമ്മൾ പോകാൻ പോകുന്നത് കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയിലേക്കാണ്. ഇതൊരു മഞ്ഞു മൂടിയ ലോകമാണ്. ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ താപനില -232°C ആണ്. കൂടാതെ ഇവിടുത്തെ ഗ്രാവിറ്റിയും വളരെയധികം കുറവാണ്. 0.62 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടുത്തെ ഗ്രാവിറ്റി. പ്ലൂട്ടോയിൽ നിന്നും ചാടിയാൽ 25 അടി വരെ ഉയരത്തിൽ ചാടാൻ നമുക്ക് സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക്